എങ്കിലോ പണ്ട് സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിരിക്കുന്ന അംഗദൻ രാവണപുരോഭാഗത്തെ പ്രാപിച്ച് രാവണനോട് ഇപ്രകാരം ഓരോരോ വാക്കുകളെ പറയുവാനായി കൊണ്ടാരംഭിപ്പൂടം ചെയ്തു. ആയത് പ്രകാരമാകുന്നത്: രേ രേ രാവണ രാക്ഷസാധമാ പശോ മഗ്നോസി മോഹാർണവേ ശത്രും തേ സമുപാഗതം ജലമതേ നോ ബുദ്ധ്യസേ കേവലം. രാമശ്ചൈവ കൃതാവലംബിതധനുഃ തീക്ഷ്ണോജ്വലൽസായകാ സാക്ഷാൽ കാലൈവാപര തവ പുരദ്വാരി സ്ഥിത സാനുജ. രേ രേ രാവണ എടാ എടാ രാവണ എടാ രാവണ. ആ അംഗദൻ രാവണനോട് ഇങ്ങനെ പറയുവാനായി കൊണ്ടാരംഭിച്ചു. ഇങ്ങനെ പറഞ്ഞു: എടാ എടാ രാവണ, ഇന്ന് പറഞ്ഞും കൊണ്ടാണ് തുടങ്ങിയത്. എന്താ ഉണ്ടായത് എന്നാണെങ്കിൽ അംഗദൻ രാവണൻ്റെ മുൻപിൽ അവിടെ എത്തി അനവധി രാക്ഷസന്മാരുടെ കഥ കഴിച്ചിട്ടാണ് രാവണൻ ഇരിക്കുന്ന ദിക്കിൽ ആ എഴുന്നിലാമാടത്തിൽ അതിൻ്റെ മധ്യത്തിൽ രാവണൻ ഇരിക്കണതിൻ്റെ മുമ്പിൽ അവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ രാവണനും കണ്ടു അംഗദൻ്റെ വരവ്. നോക്കിയപ്പോൾ ഓ, അതാ ഒരു വാനരം, ഇവിടേക്ക് തന്നെയാണല്ലോ അവൻ വരണത്. ആ അംഗദൻ വരണത് കണ്ടപ്പോൾ രാവണൻ മനസ്സിൽ കണക്കാക്കി, എന്തിനാ ഇപ്പോൾ ഇവൻ ഇങ്ങോട്ട് വരണത്? ഇതിന് മുൻപും ഒന്ന് രണ്ട് വാനരന്മാരിവിടെ വരുന്നുണ്ടായി. ഒരുത്തൻ വന്ന് ലങ്കാരാജധാനിക്ക് മുഴുവൻ തീ വെച്ച് പോയി. അത് കഴിഞ്ഞ് ഈ അടുത്ത് വേറൊരുത്തൻ വന്നു എന്ന് മാത്രമല്ല, എന്നെ ഇടിച്ച് നിലത്ത് വീഴ്ത്തി ഞാൻ ശിരസിൽ ധരിച്ചിരുന്ന എൻ്റെ കിരീടം അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഓ, ഇവനെ കണ്ടു എന്ന് നടിക്കാണ്ടിരിക്കുക ഭേദം. കണ്ടു എന്ന് നടിച്ചാലാണ് വിഷമം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടു എന്ന് നടിച്ചാൽ വിഷമ. ഇവിടെ വന്ന കുറച്ച് നേരമൊക്കെ എൻ്റെ മുമ്പിൽ ഇവിടെ നിൽക്കും. കണ്ടു എന്ന് നടിക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സാരം കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോളൂല്ലോ. അതിനെന്താ ഒരു മാർഗം ഇവനെ കണ്ടു എന്ന് നടിക്കാണ്ടിരിക്കാൻ? അതിനു വേണ്ടി രാവണൻ വേഗം ചൂതും പടവും നിരത്തി. ആ ഇരിക്കണതിൻ്റെ മുമ്പിൽ ചൂതും പടം അങ്ങോട്ട് നിരത്തി. അതിൻ്റെ കരുക്കളൊക്കെ എടുത്തു വെച്ചു. രാവണൻ തന്നെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് കളിക്കാൻ പറ്റുമോ? ചൂത് കളിക്കാൻ പറ്റുമോ? രാവണൻ കളിക്കണു. ഇത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയല്ലാടേ. അംഗദനെ കണ്ടു എന്ന് നടിക്കരുത്, അതിന് വേണ്ടിയിട്ടൊരു ഉപായം. അപ്പോൾ ഒരു കൈ കൊണ്ട് ഉരുട്ടണു, അത് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കൈ കൊണ്ട് ഉരുട്ടണു, വീണ്ടും വയ്ക്കണു. അതിന് രണ്ട് പേർട്ടും അങ്ങനെ കളിക്കണം. ഇവിടെ അംഗദനെ കണ്ടു എന്ന് നടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുരിഞ്ഞ നേരെ നോക്കണമെന്നില്ല, നേരെ ആ ചൂതും പടത്തിലേക്ക് തന്നെയാണ് നോക്കി കളിക്കണത്. അംഗദൻ അവിടെ വന്നു. അംഗദൻ രാവണൻ്റെ മുമ്പിൽ അവിടെ അങ്ങോട്ട് എത്തി. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. എന്താ വേണ്ടേ? ഇപ്പോൾ രാവണൻ സിംഹാസനത്തിൻ്റെ മുകളിൽ അവിടെ അങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന ചൂത് കളിക്കണു. അവനെ കളിക്കാൻ കണ്ടൊരു നേരെ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവൻ്റെ മുമ്പിൽ ഇവിടെ ഇങ്ങനെ നിൽക്കല്ല വേണ്ടത്. ഞാൻ വന്ന കാര്യം ഭംഗിയായിട്ട് സാധിക്കണം. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ടതൊക്കെ പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? ഞാനിങ്ങനെ ഇവിടെ വന്ന് സാധാരണ ഒരാൾ അവനോനിരിക്കുന്ന ദിക്കിലേക്ക് വന്നാൽ, അവനോൻ്റെ സ്ഥലത്തേക്ക് വന്നാൽ അതിൻ്റെ ഉടമസ്ഥരാ പറയുക, ആ വരിക ഇരിക്കാം അങ്ങനെ പറഞ്ഞ് ഇരുത്തുക എന്നുള്ളത് ആ ഉടമസ്ഥൻ്റെ ചുമതലയാണത്. അതൊരു മര്യാദയാണ്, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇവൻ പറഞ്ഞ ഞാനിവിടെ ഇരിക്കലുണ്ടാവില്ല. പക്ഷേ രാമദൂതനായിട്ടുള്ള ഞാൻ ഈ കൊള്ളരുതാത്തവൻ്റെ മുമ്പിൽ നിന്നും കൊണ്ട് സംഭാഷണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതില്ല. അപ്പോൾ എന്തായാലും ഒരു ദിക്കിലിരിക്കണം എന്ന് ഉറച്ചു. അപ്പോൾ അതിന് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ധാരാളം സിംഹാസനങ്ങളൊക്കെ നാല് പുറത്തുണ്ടേ. അതൊന്ന് ഒരെണ്ണം അങ്ങോട്ട് എടുത്തിടാം എന്ന് വിചാരിച്ച അംഗദൻ തന്നെ ഒരു ഇരിപ്പിടം എടുത്ത് രാവണൻ ഇരിക്കണതിൻ്റെ മുമ്പിൽ അവിടെ അങ്ങോട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ കയറി അവിടെ അങ്ങോട്ട് ഇരുന്നപ്പോഴാണ് രാവണൻ ഇരിക്കണ ഇരിപ്പിടത്തിൻ്റെ സിംഹാസനത്തിന് കുറേ കൂടി ഉയരണ്ട. ഇത് അത്ര തന്നെ ഉയരമില്ലാത്തതിൻ്റെ മുകളിൽ അംഗദൻ ഇരിക്കണതേ. അങ്ങനെ ഇരുന്നപ്പോൾ
ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അത്ര ഉയരം അങ്ങോട്ട് പാകമാവണില്ലല്ലോ. അതിൽ എന്നേക്കാ ഉയരത്തിൽ അവൻ ഇവിടെ ഇരിക്കണതേ. അത് വേണ്ട, അവനേക്കാ ഉയരത്തിൽ ഞാൻ വേണം ഇരിക്കാൻ. അപ്പോൾ ഇതിനേക്കാൾ ഒരെണ്ണം കുറേ കൂടി ഉയരം കിട്ടണമെങ്കിൽ വേറെ ഇരിപ്പടെ ഇതിൻ്റെ മുകളിൽ എടുത്തിട്ട് ഇടണം. പക്ഷെ അങ്ങനെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ ചില വിഷമങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ദിക്കിൽ വെറുതെ ഇരുന്നും കൊണ്ട് സംഭാഷണം നടത്തില്ല. അതിൻ്റെ ഇടയിൽ ചില ഗോഷ്ടി കാണിക്കലൊക്കെ ഉണ്ട്. അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയുക. അങ്ങനെ തിരിയുമ്പോൾ ചിലപ്പോൾ ചടപടയണം അങ്ങോട്ട് നിലത്തേക്ക് അങ്ങോട്ട് വീഴും. അത് കൂടുതൽ അവമാനവും. ഞാൻ പിന്നെ രാവണനെ നമസ്കരിച്ചു എന്നാവും പിന്നെ ചീട്ടപ്പേരെ. അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് വീഴുമ്പോൾ ചിലപ്പോൾ നമസ്കാരമായിട്ട് അങ്ങോട്ട് കഴിയണം. അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവണ്ട. ഇതിനേക്കാൾ ഉയരമുള്ളത് കിട്ടണം. എന്ത് വേണം? ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ പോരെ. എനിക്ക് പരിചയക്കാരൊന്നുമില്ല. ആരോട് ഏടോ ഇപ്പം ഇതായി ഇരിക്കണതിന് അത്ര ഉയരം പോരാ, നല്ല ഒരെണ്ണം ഉണ്ടാവുമോ? എന്തായാലും ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ കുറച്ച് പരിങ്ങലാണല്ലേ. അത് കുറച്ചുകൂടി ഭേദമായിട്ട് ഒരെണ്ണം കിട്ടുമെന്നാണ് ചോദിക്കണത്. നല്ല ഉയരമുള്ളതേ. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവൻ പറയാ തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി, അല്ലാണ്ട് ഇവിടെ ബാക്കിയുള്ള ആളുകൾക്ക് നിർബന്ധമൊന്നുമില്ല അതായിരിക്കണമെന്നേ. അങ്ങനെ പറഞ്ഞാൽ അടും വിഷമാവും. പിന്നെ എന്താ ഒരു മാർഗം? അങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ എൻ്റെ വാല്. ആ വാലുകൊണ്ട് ആ സിംഹാസനത്തിൻ്റെ മുകളിൽ കുറച്ച് ഒന്നങ്ങോട്ട് വളച്ചു, 1-2 ചുറ്റും അങ്ങോട്ട് വളച്ച് അതിൻ്റെ മുകളിൽ കയറി അവിടെ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ ഇരുന്നു. അപ്പോൾ ആ രാവണൻ്റെ ഒപ്പമായിരുന്നു. രാവണൻ എത്ര ഉയരത്തിലാണോ ഇരിക്കുന്നത് അത്ര ഉയരത്തിൽ തന്നെ അംഗദനും അവിടെ അങ്ങോട്ട് ഇരുന്നു. ഇരുന്നും കൊണ്ട് അതിനെ നോക്കിയപ്പോൾ രാവണൻ ഇതൊന്നും ശ്രദ്ധിക്കണില്ലേ. രാവണൻ കാണായികയല്ല, അംഗദൻ വേറൊരിടം കാണുന്നുണ്ട്. സിംഹാസനം എടുത്തിടണു, അതിൻ്റെ മുകളിൽ വാലുകൊണ്ട് ചുറ്റണു, ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കണ്ടു എന്ന് നടിക്കണില്ല. ഒക്കെ കാണാ ഇതിനാണല്ലേ ഈ കുരങ്ങന്മാർ വാല് കൊണ്ട് നടക്കണത്. ഇതിന് മുമ്പ് ഒരുത്തം വന്നപ്പോഴും കണ്ടു തന്നെ കാട്ടണത് ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ വാലുകൊണ്ടൊരു ചുറ്റുണ്ടാക്കുക. ഇതിനുള്ളതാണിത്. എന്നാൽ പിന്നെ ഇതിൽ തന്നെ ആദ്യം അങ്ങോട്ട് ചുറ്റിയിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി, മറ്റേത് വലിച്ചിടേണ്ട ആവശ്യമില്ല. രാജാ കാണിക്കട്ടെ. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് മിണ്ടാൻ എന്തെങ്കിലും പറയാൻ പുറപ്പെട്ടാൽ ചിലപ്പോൾ അത് അപകടവും. പറഞ്ഞാലാണ് അവൻ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകലോ ഇല്ല പ്രഹരിക്കലൊക്കെയാണ് അവൻ്റെ ആവശ്യം. ഞങ്ങളുടെ ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് പ്രഹരിക്കണ്ട എന്ന് വിചാരിച്ചാണ് മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അങ്ങനെ ഇരുന്നു. അംഗദന് ഇത് കാണണ്ട. ഈ ചൂത് കളിക്കണോണ്ടാണ് ഇവൻ ഇപ്പം എന്നെ കണ്ടുവന്ന് നടിക്കാത്തത്. അവൻ്റെ ചൂതുകളി കളിക്കൊന്നുമല്ല അവൻ. നപ്പ കാട്ടിരാം എന്ത് ചെയ്തു? ആ ഇരുന്ന ദിക്കിൽ തന്നെ വാല് അവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി തുടങ്ങി. ആ വാല് നീട്ടി ആ രാവണൻ ഇരിക്കണ സിംഹാസനത്തിൻ്റെ പിന്നിൽ കൂടെ അതിങ്ങോട്ട് ചുറ്റി കൊണ്ടുവന്ന് ആ ചൂതും പടവും വെച്ചേക്കണതിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്നു. രാവണൻ അത് കണ്ടില്ല. അങ്ങനെ ചൂതും പടവും ഇരിക്കണതിൻ്റെ ചോട്ടിൽ അതങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് തട്ടി അങ്ങോട്ട് തെറിപ്പിച്ചപ്പോൾ രാവണൻ ഒന്നും ഞെട്ടി. ആ രാവണൻ്റെ മുമ്പിന്ന് ആ ചൂതും പടവും തട്ടി തെറിപ്പിച്ചു. ആ രാവണൻ ഞെട്ടി മുമ്പാകെ അങ്ങോട്ട് നോക്കിയപ്പോൾ അംഗദൻ്റെ മുഖം കണ്ടു. അങ്ങനെ മുഖം കണ്ടപ്പോൾ അംഗദൻ ഇങ്ങനെ പറഞ്ഞു, രേ രേ രാവണ രാക്ഷസാധമാ. എടാ രാവണ, നീ രാക്ഷസാധമനാണ്, നീ അധമനായിട്ടുള്ള രാക്ഷസനാണ്, നീ നീചനാണ്, അധമനാണ്, ഒരു കൊള്ളരുതാത്തോനാ നീയേ. ഇതെന്താ നീ കൊള്ളരുതാത്തോനാണെന്ന് പറയാൻ? എന്നാണെങ്കിൽ പശോ, നീ ഒരു പശുവാണ്, നീയൊരു പശുവാണാണ്. പശുവാണെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ഛായ ഉണ്ടോ കാണുമ്പോൾ? മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ കുറേശ്ശെ പശുവിൻ്റെ ഛായ. പശു എന്ന് പറഞ്ഞാൽ മൃഗം. നീയൊരു മൃഗാണ്, മൃഗതുല്യനാണ്. ഇതെന്താ മൃഗാണെന്ന് പറയാൻ? ആണെങ്കിൽ മൃഗങ്ങൾക്കെന്താ മൃഗങ്ങൾക്കെന്താ പ്രധാനം? ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം. ഇത്ര വേണ്ടേ? അത് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം മൃഗത്തെ കണ്ടുണ്ടോ? മൃഗങ്ങൾ ഇതിലധികം എന്തെങ്കിലും ചെയ്യണത് കാണാറുണ്ടോ? ഒന്നുമില്ല. അവർക്ക് ഇത്ര വേണ്ടു. നീയും അങ്ങനത്തോനല്ലേ? നീയും അങ്ങനെ തന്നെയാ. നീയും ഒരു മൃഗാണ്. മൃഗത്വം ഇല്ലാണ്ടാവണത് എപ്പോഴാ? വിശേഷജ്ഞാനം ഉണ്ടാവണം. വിശേഷജ്ഞാനം ഉണ്ടാവുമ്പോഴാണ് മൃഗത്വം ഇല്ലാണ്ടാവുക. നിനക്കതില്ല. നീ വിശേഷജ്ഞാനമില്ലാത്തവനാണ്.